Calculate arithmetic mean, variance and standard deviation of the following data. നമുക്ക് ഒരു ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അരിത്മെറ്റിക് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവയൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എക്സ് ബാർ ഇക്വൽ ടു സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ, ക്യാപിറ്റൽ എൻ. അതുപോലെ തന്നെ വേരിയൻസ് കാണുന്നതിനുള്ള ഫോർമുല സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ടാണ്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ടേബിളിനകത്ത് ഫസ്റ്റ് കോളം ക്ലാസ് ആണ്, അടുത്ത കോളം ഫ്രീക്വൻസി. അതായത് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ കോളങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത്. അടുത്ത കോളത്തിലെ ക്ലാസിന്റെ മിഡ് വാല്യൂ അത് എക്സ് ഐ ആയിട്ട് എടുക്കുന്നു. അടുത്ത കോളം എഫ് ഐ ഇൻറ്റു എക്സ് ഐ, അടുത്ത കോളം എക്സ് ഐയുടെ സ്ക്വയർ, അടുത്ത കോളം എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ. നമ്മൾ ആദ്യമേ ക്ലാസ് വാല്യൂസ് എഴുതുന്നു. തന്നിരിക്കുന്ന ചോദ്യത്തിലെ ക്ലാസ്സുകൾ 10 to 20, 20 to 30, 30 to 40, അങ്ങനെ 70 to 80 വരെ. തന്നിരിക്കുന്ന ഫ്രീക്വൻസികൾ 2, 3, 8, 14, 8, 3, 2. എക്സ് ഐ ക്ലാസിന്റെ മിഡ് വാല്യൂസ് 15, 25, 35, 45, 55, 65, 75. അടുത്തതായിട്ട് എഫ് ഐ ഇൻറ്റു എക്സ് ഐ. എഫ് ഐ വാല്യൂവും എക്സ് ഐ വാല്യൂവും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. 2 into 15, 30, 3 into 25, 75, 8 into 35, 280, 14 into 45, 630, 8 into 55, 440, 3 into 65, 195, 2 into 75, 150. അടുത്തതായിട്ട് എക്സ് ഐയുടെ സ്ക്വയർ, എക്സ് ഐ വാല്യൂവിന്റെ സ്ക്വയർ 15ന്റെ സ്ക്വയർ 225, 25ന്റെ സ്ക്വയർ 625, 35ന്റെ സ്ക്വയർ 1225, 45ന്റെ സ്ക്വയർ 2025, 55ന്റെ സ്ക്വയർ 3025, 65ന്റെ സ്ക്വയർ 4225, 75ന്റെ സ്ക്വയർ 5625. അടുത്തതായിട്ട് എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ. എഫ് ഐ വിലയും എക്സ് ഐ സ്ക്വയറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. അതായത് 2 into 225, 450, 3 into 625, 1875, 8 into 1225, 9800, 14 into 2025, 28350, 8 into 3025, 24200, 3 into 4225, 12675, 2 into 5625, 11250. ഇവിടെ നമുക്ക് സം ആവശ്യമുള്ള കോളങ്ങൾ. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന സിഗ്മ എഫ് ഐ ആണ് നമുക്കറിയാം. എഫ് ഐ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് എടുക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 40 എന്നാണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ആണ്. അതിന്റെ ടോട്ടൽ നമ്മൾ കാണുകയാണെങ്കിൽ, അതായത്
30 plus 75 plus 280 plus 630 plus 440 plus 195 plus 150 കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1800. അടുത്തതായിട്ട് നമുക്ക് ടോട്ടൽ ആവശ്യമുള്ള വാല്യൂ FI ഇൻറ്റു XI സ്ക്വയറിൻ്റെ കോളമാണ്. അതിൻ്റെ ടോട്ടൽ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നു 88600. ഈ വാല്യൂസ് നമ്മൾ ഫോർമുലയിൽ പുട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് അരിത്മെറ്റിക് മീൻ എക്സ് ബാർ ഫോർമുല നമുക്കറിയാം. സിഗ്മ FI ഇൻറ്റു XI ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ആണ്. അതായത് 1800 ഡിവൈഡഡ് ബൈ 40. കാൽക്കുലേറ്ററിൽ ഇത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 45 എന്നാണ്. അടുത്തതായിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ് ഈക്വൽ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ FI ഇൻറ്റു XI സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N മൈനസ് സിഗ്മ FI XI divided by N the whole square equal to sigma FI into XI square 88600 divided by capital N 40 minus sigma FI XI divided by N എന്നുള്ള വാല്യൂ, അതായത് 45 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 45ന്റെ സ്ക്വയർ എന്ന് നമ്മൾ അവിടെ നേരെ എഴുതിയാൽ മതി. ഈക്വൽ ടു നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 88600 ബൈ 40 നമുക്ക് കിട്ടുന്ന വില 2215 എന്നാണ്. മൈനസ് 45ന്റെ സ്ക്വയർ 2025 എന്ന് വരുന്നു. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വാല്യൂ 190 എന്നാണ് വേരിയൻസ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളോട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 190. സ്ക്വയർ റൂട്ട് ഓഫ് 190 നമുക്ക് കിട്ടുന്ന വാല്യൂ 13.78 എന്നാണ്.